എന്റെ കണ്ണൊന്ന് തെറ്റിയാ നീയൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? പറഞ്ഞാട്ടൊന്നും 2 കടയിലെ മുതലാളിയാണ് വന്നിരിക്കുന്നതെന്ന്. എടാ നിനക്ക് നീ ഇവിടെ വന്ന് വിളിച്ച് വിട്ടു തന്നാലേ നിനക്ക് ഞങ്ങൾ കാശ് തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് നീ ഇത്ര നേരം അവിടെ ചെന്ന് കിടക്കായിരുന്നു. അല്ല ഇത് ഭാര്യ പിണങ്ങിപ്പോയി. അതാണ് ഇത്ര വിഷമം. വിഷമമൊന്നുമില്ല. പിന്നെ കുറച്ചു മുമ്പേ വിളിച്ച് ബസ് സ്റ്റോപ്പിൽ ചേട്ടാ ഞാൻ വീട്ടിലോട്ട് വരണമെന്ന്. എന്ത് കഷ്ടം ആലോചിച്ച് നോക്കണം. ഒന്നാളിയാ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി, പിള്ളേർ പോലും ഇല്ല. ഞാനിപ്പോ എന്ത് ഇവിടെ ഇതൊന്നും അറിഞ്ഞൂടാതെടാ കല്യാണം കഴിക്കാൻ പോയത്. വിളിച്ചാണ് വന്ന് ജോലി തുടങ്ങാൻ പോയാണ്. പഴം 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 പഴം. അത് പഴമാണെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം. ഇങ്ങനെ വിളിച്ചു വിട്ടാൽ നിനക്ക് കാശം തരാൻ പറ്റില്ല. നീ ഇതാ എന്റെ തുണികളും കൂടെ ചേർത്ത് വിളി. വിളിച്ച് അവന് കച്ചവടം നടക്കണ്ടേ? അവനെ ഞാൻ തരാൻ പൈസ ഇല്ലേ? പിന്നെ അവൻ രണ്ടും കൂടെ വിളിക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. നീ വിളിച്ചു വിട്ടാൽ നിനക്ക് കാശ് തരത്തുള്ളൂ. പെട്ടെന്ന് പഴം തുണി പഴം തുണി പഴം തുണി പഴം തുണി ഒന്നും ഇത് പഴം തുണിയൊന്നുമല്ല. ഇത് ഞാൻ ഇന്നലെ ഇറക്കിയ തുണിയാണ്, പുതിയ തുണി. ഇത് ഇങ്ങനെയാണ് കച്ചവടം. രണ്ടും കൂടെ എങ്ങനെ പറഞ്ഞു? ആദ്യം അവന് വിളിക്കാം, എന്നിട്ട് നിനക്ക് വിളിക്കാം. വെറുതല്ല. പഴയ പഴം പഴയ പഴം പഴയ പഴം അല്ലടാ, പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം പുതിയ പഴം. ഇനിയൊരു പുതിയ പഴം പുതിയ പഴം ഇനിയൊരു പുതിയ പഴം. മതിയാടെ മതി, ഇങ്ങനെ മതിയാ. അടിപൊളി. ആൾക്കാർ വാങ്ങിക്കും. നല്ല പഴം രായ എന്ത് പറ്റിയടാ? അതറിയാം. ഞാൻ അപ്പുറത്തേക്ക് പോയി, അവിടെ ചില്ലറ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നത് എവിടെ നിന്ന് കിട്ടുമെന്ന്. ഇത് ഈ ഭാഗത്തൊരു ചില്ലറ വിൽപ്പനശാലയുണ്ട്. അവിടെ വേറെയും കടകളുണ്ട്. അത് രായ ഇത് സംഭവം എന്താ പറയുക, നേരത്തെ ഒന്ന് സാധനം വാങ്ങിച്ചു, ചില്ലറ ഇല്ലായിരുന്നു. ചില്ലറ മാറാൻ വേണ്ടിയിട്ട് നടക്കണേന്ന്.